അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാനും ഏത് പ്രകോപനങ്ങളെയും തരണം ചെയ്യുവാനുള്ള കരുത്ത് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാർ, രണ്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഒന്ന്, ഇന്നിവിടെ ഖുത്ബയിൽ ഷഅബാൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വിശദീകരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം സുന്നത്ത് നോമ്പെടുക്കാറുണ്ടായിരുന്നു. സുന്നത്ത് നോമ്പുകൾ ഏറ്റവും അധികം വർദ്ധിപ്പിച്ച മാസങ്ങളിൽ ഒന്ന് ഷഅബാൻ മാസമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം മിക്ക ദിനങ്ങളിലും ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കും എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഷഅബാൻ പൂർണ്ണമായി നോമ്പെടുക്കുന്നത് ശരിയല്ല. എന്നാൽ ഷഅബാനിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കുക, സാധാരണഗതിയിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട നോമ്പാണ് തിങ്കളും വ്യാഴവും. എല്ലാ അറബി മാസത്തിലെയും 13, 14, 15 അയ്യാമുൽ ബീദ്, പൂർണ്ണചന്ദ്രനുണ്ടാകുന്ന പൗർണമി ദിനങ്ങൾ, ഇതൊക്കെ പ്രത്യേക നോമ്പെടുക്കൽ സുന്നത്തായി നിശ്ചയിക്കപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരി സുന്നത്ത് നോമ്പുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു മാസമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വഹാബികൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഷഅബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. മറ്റൊന്ന്, ഷഅബാനിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നഷ്ടപ്പെട്ടു പോയ നോമ്പുകളുണ്ടാകും. പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ നോമ്പുകളുണ്ടെങ്കിൽ അടുത്ത റമദാനാകുന്നതിൻ്റെ മുമ്പ് അത് നോമ്പ് പൂർത്തിയാക്കൽ നമുക്ക് ബാധ്യതയാണ്. ഇസ്ലാം അനുവദിച്ച കാരണങ്ങൾ കൊണ്ട് നമ്മൾ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ചികിത്സ ഒരാൾക്ക് ആവശ്യമാണ്, ചികിത്സയോടൊപ്പം നോമ്പെടുക്കാൻ കഴിയില്ല, അങ്ങനെ റമദാനിലെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ നോമ്പ് ഖളാ വീട്ടണം, സൗകര്യപ്പെടുന്നതനുസരിച്ച് ഖളാ വീട്ടണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ കുറച്ച് നോമ്പ് ചിലപ്പോൾ നഷ്ടപ്പെടാം. ആ നഷ്ടപ്പെട്ട നോമ്പ് അവർ പിന്നീട് ഖളാ വീട്ടണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഷഅബാൻ മാസത്തിലാണ് പലപ്പോഴും റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഞങ്ങൾ ഖളാ വീട്ടാറുണ്ടായിരുന്നത് എന്നാണ്. ഏതായിരുന്നാലും ഒരു റമദാൻ വരുന്നതിൻ്റെ മുമ്പ് കഴിഞ്ഞ റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടിയിരിക്കണം. ന്യായമായ കാരണമുണ്ട്, നിത്യരോഗിയാണ്, നോമ്പെടുക്കാൻ ബാധ്യതയില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇളവുണ്ട്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം റമദാൻ ആകുന്നതിൻ്റെ മുമ്പായി അത് ഖളാ വീട്ടിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഖളാ ഉള്ള നഷ്ടപ്പെട്ട നോമ്പുള്ളവർ ഈ ഷഅബാനിൽ അത് നോറ്റുവിട്ടാനും പരമാവധി പരിശ്രമിക്കേണ്ടതാണ്. ഷഅബാൻ 15 മാത്രമായി നമ്മുടെ നാട്ടിൽ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ നോമ്പ് ആചരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സമ്പ്രദായമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഷഅബാനിൽ കഴിയുന്നത്ര ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്നുള്ളതാണ്. റമദാനിലേക്കുള്ള ഒരു ഒരുക്കവും കൂടിയായിട്ടാണ് ഷഅബാനിലെ നോമ്പിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. റമദാനിനെ സ്വാഗതം ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നോമ്പെടുത്ത് ശരീരവും മനസ്സുമൊക്കെ പാകപ്പെടുത്തി കൊണ്ടുവന്ന് റമദാനിനെ സ്വീകരിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു തത്വം കൂടിയായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്.